വോട്ടിംഗ് എന്താണ് നടന്നതല്ലേ? അല്ല അവര് പവർ റൂമിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ഹായ്, സോറി, വീക്ക് കഴിഞ്ഞിട്ടില്ല. ദിസ് ഈസ് ടേസ്ഡേ നോ? ടുഡേ ടേസ്ഡേനാ? അപ്പം നാളെ കഴിയും. പവർ റൂമിലേക്ക് ആളുകളെ കയറ്റാനുള്ള അത്യുജ്വലമായ പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ട സുഹൃത്തുക്കളെ. 24 മണിക്കൂറൊന്നും ബിഗ് ബോസ് ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിട്ടൊന്ന് പറഞ്ഞു കൊടുക്കോ അമ്മേ? അവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആരും വന്നില്ല, അമ്മയും അച്ഛനും ഒന്നും വന്നിട്ടില്ല. അമ്മ ഉറക്കായിട്ടുണ്ടാവും. പക്ഷെ സീരിയസ്ലി ഇന്ന് ഭയങ്കര ഞാനിന്ന് കൈയടിച്ച രംഗം ഏതാണെന്ന് അറിയാമോ? ജിൻഡോ ഇവരുടെ കൂടെ ചേർന്ന് കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് യെസ് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റലി തീരുമാനമെടുക്കാം എന്ന് പറയുമ്പം ജിൻഡോ എഴുന്നേറ്റ് വയ്ക്കുന്ന പുല്ലരിക്കുത്, ഈ പുല്ലരിക്കുത് എന്ന് വെച്ചാൽ രാമാഞ്ച ഗൂസ്വംസ്. വടംവലി മത്സരം വെച്ചിരിക്കണം. ആൻഡ് ദാറ്റ് വടംവലി മത്സരത്തിൽ പിന്നെ ഒരു ടീം പോയി മറ്റൊരു ടീമിനെ കൺവിൻസ് ചെയ്ത് ചേർത്ത് നിർത്തണം, കൂടെ നിർത്തണം. അങ്ങനെ പോയി കൺവിൻസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പറയും നിങ്ങൾ നോമിനേറ്റ് ചെയ്യാതിരിക്കാമോ, എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന്. അപ്പം അവർ പറയും അത് പറ്റത്തില്ലെന്ന് പറയും. മറ്റൊരു അതേ ഡിമാൻഡ് തന്നെ അടുത്ത ഗോഷ്ഠിയുടെ അടുത്ത് പറയും. ആ ഗോഷ്ഠി എന്തായാലും അത് സമ്മതിച്ചു കൊടുക്കും, ഓക്കെ ഡൺ എന്ന് പറയും. അപ്പോഴും സായിയുടെ കാറുവാഴയുടെ കുത്തിത്തിരിപ്പ് ഏൽക്കത്തില്ല. കാറുവാഴയുടെ കുത്തിത്തിരിപ്പ് ഏൽക്കാതെ അവസാനം നമ്മൾ വിചാരിച്ച ആൾക്കാർ എന്നെ ജയിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്നത്തെ ബിഗ് ബോസ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. 1-2 കാര്യം പറയാനായിട്ടാണ് വന്നത്. വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞത് വൈകുന്നേരം പറഞ്ഞത് തന്നെയാണ്, സെയിം തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് നിങ്ങൾ കണ്ട 2 വ്യത്യാസങ്ങൾ പറയാനാണ് വന്നത്. നോറയുടെ മുഖത്തുള്ള ചിരി കണ്ടോ, ആ സന്തോഷം കണ്ടോ? അതാണ് നമ്മളെ അംഗീകരിക്കാത്തവരെ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരെ കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് ഇന്ന് നോറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് ഹാപ്പി. അവളുടെ ഫേസിൽ അതുണ്ട്, അവളുടെ പെർഫോമൻസിൽ അതുണ്ട്. സത്യം പറഞ്ഞാൽ മോസ്റ്റ് വേസ്റ്റ് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറയുടെ പാർട്ടികളായിരുന്നു. അതേസമയം നന്നായി ഗെയിം പഠിച്ച് നന്നായി ഡാൻസ് പെർഫോം ചെയ്തത് ജാസ്മിൻ്റെ ഗ്രൂപ്പാണ്. പക്ഷേ ആര് പറയുന്നത്? നോറ ഫേക്കൊന്നും അല്ല, കാറുവാഴ ഞാൻ പറയാൻ അനുവദിക്കൂ ദയവ് ചെയ്തിട്ട്. പക്ഷേ സീരിയസ്ലി ആ പെർഫോമൻസ് നിങ്ങൾ കണ്ടു നോക്ക്. ആ പ്രിപ്പറേഷനിൽ തന്നെ ഒരു തണ്ടും ഒരു അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം നല്ല ഡാൻസ് കളിക്കുന്നവരാണ്. അവരെല്ലാം കൂടെ ഐക്യമുന്നണി അപ്പുറത്ത്. അതുമാത്രമല്ല തനിക്കെന്തോ ഒരു പ്രസ്റ്റീജ് ഉള്ളതുപോലെ ജാസ്മിൻ തനിയെ തന്നെ ഒരു ഫോമൊക്കെ ഇത് ചെയ്തു. ബാക്കിയുള്ളതൊരു കോപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ദേ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്, ഈഗോ ഇഷ്യൂസ് ഇല്ല, അത് ചെയ്തു കൊടുത്തു. പക്ഷെ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, അതാണ്. നമ്മൾ ചുറ്റുമുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളിലേക്ക് ആ നന്മ തനിയേ വന്ന് നിറഞ്ഞോളും. നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് നന്മ വരണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യർ ആരിടിച്ച് താഴ്ത്താലും താഴ്ന്നു പോവില്ല, അവർ കയറി വരും. അതേസമയം ചുറ്റുമുള്ളവരൊക്കെ നശിച്ചാലും നമ്മൾ നന്നാകണം എന്ന് ചിന്തിക്കുന്നവർക്ക് എന്ത് കോപ്രായം കാണിച്ചാലും അവർ താന്ന് ചെളിക്കുണ്ടിൽ പൊതിഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ തെളിവാണ് ജാസ്മിൻ. ആൻഡ് ജാസ്മിൻ ഇപ്പോൾ ശ്രമിക്കുന്നത് മുഴുക്ക ഗബ്രിയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. ചിലപ്പോൾ പ്രായത്തിൻ്റെ അപക്വതയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടായിരിക്കും ആ പയ്യനെ ആദ്യം തന്നെ ഇങ്ങനെ തലതിരിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് പലപ്പോഴായി റിപ്പീറ്റഡ്ലി ഈ സ്റ്റോറി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റീസൺ ഇതാണ്. അതൊരു അവയർനെസ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന ആ പ്രോബ്ലം അത് തന്നെയാണ് ശരിക്കും ഞാൻ പെൺകുട്ടികളോട് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലം. ഒരു വിവാഹം നടക്കുന്നു, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നു, നമുക്കൊരിക്കലും അത് എൻജോയ് ചെയ്യാൻ ഒക്കത്തില്ല, ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല. പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പക്വതയുള്ള സമയത്ത് നടത്തേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ മനസ്സോ ശരീരമോ പാകപ്പെടാത്ത ഒരു സമയത്ത്, നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രണയത്തിലേക്ക് വഴുതി വീണാൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തികളാണ് നിങ്ങൾ ഇന്ന് ജാസ്മിനിൽ കൂടെ കണ്ടത്. അത് ഏറ്റവും ഗ്രേറ്റ് തിങ് ആണ്. എത്ര സന്തോഷം നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാനാകത്തില്ല. ഒരു വൃത്തികെട്ട ഫീലിംഗ് ആണെന്ന് ഞാൻ പറയും പ്രണയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അതൊരു വൃത്തികെട്ട സംഗതിയാണ്. ലോകത്തുള്ള എല്ലാവർക്കും അതൊരു ഗ്രേറ്റ് സ്റ്റഫായിട്ട് തോന്നുമെങ്കിലും ഈ പ്രണയിക്കുന്ന 2 വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു നീറ്റലുണ്ടല്ലോ, അത് ഭയങ്കര സാധന. ഇവർ തമ്മിൽ പ്രണയമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ്. തീർച്ചയായിട്ടും
നോറയുടെ ചീട്ട് കീറി എന്ന് പറഞ്ഞ ജാസ്മിൻ ഇപ്പോൾ അതെ അതെ മൊത്തത്തിൽ കീറിയിരിക്കുന്നതാണ് കറക്റ്റ്. മൊത്തത്തിൽ നശിച്ചു എന്നുള്ളതാണ്. ഇതിനകത്തു നിന്നുള്ള ഒരു പാഠം എന്താണെന്നറിയാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിനാണ്. ഈ ഒരു രീതിയിലുള്ള പിന്നെ സെൽഫ് റെസ്പെക്റ്റും ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് പുള്ളിക്കാരത്തി നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീട്ടിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? വീട്ടുകാർക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ ജെട്ടിയുടെയൊക്കെ ചാനൽ നോക്കുമ്പം എനിക്ക് മനസ്സിലായത് ഉപ്പാക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഈ വിഷു പറയാൻ അനിയച്ചാർ കൂടെ ഉണ്ടായിരുന്നില്ല. കുടുംബക്കാരോ ആരും വീട്ടിൽ വന്നിട്ടില്ല. അതാണ് അവളെ ചകിതയാക്കിയത്. അവൾ നോക്കുമ്പോൾ ഉപ്പായും ഉമ്മായും ഉണ്ട്, നല്ലപോലെ മുഖവും വീങ്ങി കീറി നീന്തി കീറി രണ്ടും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. ഇത്രയും കാലം അവർക്ക് പരിചയമുള്ള അവരെ ഉമ്മായും പാപ്പയും അവർക്ക് അറിയാമല്ലോ. അവർ പറഞ്ഞു, അവർക്ക് മനസ്സിലായി. ഡ്രസ്സ് വന്നില്ല, ആകെ മൊത്തത്തിൽ തേഞ്ഞൊട്ടി നിൽക്കുകയാണ് ജാസ്മിൻ. പക്ഷേ ആദ്യം തന്നെ ഈ ഗബ്രി എന്ന ഒരു സ്ട്രാറ്റജി ഇല്ലാതെ അവൾ നിന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവൾക്ക് ഇപ്പോൾ ഈ വിഷമം ഉണ്ടാവത്തില്ലായിരുന്നു. എനിക്കൊന്ന് അത് ക്വിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പുള്ളി നടക്കണേന്ന്. ഏതായാലും സൈക്കോ ബിക്കോസിനടുത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അവൾക്ക് കപ്പ് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബോട്ടം ലൈൻ ഓഫ് മൈ ഹാർട്ട്, സീരിയസ്ലി ജാസ്മിന് കപ്പ് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ബാക്കിയൊക്കെ വിട്ടോളൂ, അവൾ നല്ലൊരു പ്ലെയറാണ്. അത് ഞാൻ തർക്കമില്ലാതെ പറയുന്നത്, നല്ല പ്ലെയറാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി അവളെ കൊണ്ട് അത് ഓവർകം ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗബ്രി നെക്സ്റ്റ് ഇതിനകത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. വളരെ ഒരു മോശപ്പെട്ട പതനം അത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു മാത്രം പൊങ്കാലയിടാൻ വരണ്ട. എനിക്കറിയാം ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാം കൂടെ അടിക്കാൻ വരണ്ട. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവൾ പെർഫെക്റ്റ് ആണോ, അവൾ ദ്രോഹിച്ചോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. പക്ഷേ ഒരു കുട്ടി കുറച്ച് ടാലൻ്റ് ആണ്. പിന്നെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്, അതില്ലാന്ന് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവളിങ്ങനെ പൊട്ടിപ്പോയതിൽ വളരെ വിഷമം തോന്നുന്നു. അത് റിയാലിറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഒരു വേദനയാണ്. പുറത്തുള്ള ചപ്പ്, ഈ ബഹളം, നമ്മളുടെ വീഡിയോസ്, ഇതൊന്നും അവളെ ബാധിക്കത്തില്ല. ഷീ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. പക്ഷെ അവളുടെ കുടുംബം പകച്ചു പോയിട്ടുണ്ട്. അത് അവളില്ലാത്തത് കൊണ്ടാണ്. അവളുണ്ടായിരുന്നെങ്കിൽ അവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, പകയ്ക്കണ്ട എന്ന് പറയും. ഞാൻ ഇതേ പകപ്പ് അവളിൽ ഒരു പ്രാവശ്യം കണ്ടിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തു. അതാണ് ഞാൻ നിങ്ങളെല്ലാവരും ചോദിച്ചോ തോറ്റുമടങ്ങിയോ മിണ്ടാതായോ എന്ന് ചോദിച്ചില്ലേ? ഞാൻ മിണ്ടാതായതോ തോറ്റുമടങ്ങിയതോ അല്ല. അവിടെ ഒരു കുട്ടി വിഷമത്തിലാണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതാണ്. ഒരുപക്ഷെ ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും ആ കുട്ടി അത് ചെയ്യാതിരിക്കട്ടെ എന്നുള്ള അവൾക്കൊരു വിചിന്തനം വന്നിട്ടുണ്ടാകും. അവൾ എത്രയും തളർത്തണ്ട എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്. പക്ഷേ അവൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ? അവൾ എന്താണ് പിന്നെ അവൾ ചെയ്തതെന്ന് കണ്ടില്ലേ? അപ്പോൾ ആ ഒരു അഹങ്കാരത്തിന് ഒരടി അത് ബിഗ് ബോസ് തന്നെ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവൾ പെടാപ്പാട് പെടുകയാണ് ആ ചെറുക്കനെ ഒന്ന് മാറ്റിക്കിട്ടാൻ. നടക്കണ കേസയല്ല, ചെറുക്കൻ വിട്ടൊഴിഞ്ഞു പോകത്തില്ല. അവനറിയാം ഇത്രയും ജനങ്ങൾ കണ്ടു, അവളോട് ദേഷ്യമില്ല. എനിക്കിത് അവളോട് ദേഷ്യമുണ്ട്, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞുതരാം, ഷാനിക്കത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അവൾ പറഞ്ഞത് എന്താണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞത് കളവാണെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത്. 2, എൻ്റെ മകനെ ഞാൻ പ്രൊപ്പോസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ദേഷ്യത്തിൽ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പം അവൾ ഫേസ് ചെയ്യുന്നില്ലേ സെയിം ഇഷ്യൂ? ഞാൻ എൻ്റെ കുടുംബത്തിൽ ഫേസ് ചെയ്തു, എൻ്റെ കൂട്ടുകാർക്കിടയിൽ ഫേസ് ചെയ്തു. എന്ന് വെച്ചാൽ എൻ്റെ മകന് കല്യാണം ആലോചിക്കാത്ത മനുഷ്യരുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പ്രൊപ്പോസൽ വന്നൊരു കുഞ്ഞാണത്. അവരെയൊക്കെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ്റെ കരിയർ കാണിച്ചിട്ടാണ്. അവൻ്റെ കരിയർ, അവൻ്റെ ഹാബിറ്റ്, ഇതിനൊന്നും മാച്ചപ്പ് ആവുന്ന ഒരു കുട്ടിയെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ എന്നെ കളിയാക്കി. പോയി ഒരു കുണ്ടിച്ചാടിയല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത്രയും ഒരുപാട് വിഷമം അനുഭവിച്ചു. അതിൻ്റെ കൂടെ ഒരു ഇൻകം സോഴ്സായ എൻ്റെ ചാനലും കൂടെ അവളങ്ങ് പൂട്ടി. അപ്പോൾ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, ഡെപ്ത് മനസ്സിലാകുന്നില്ലേ? എനിക്കതിൻ്റെ ഒരു നിരാശ ഉണ്ടായിരുന്നു. ആ നിരാശ മാറ്റി തന്നത് ബിഗ് ബോസ് ആണ്, സത്യമായിട്ടും. അവിടെ പെണ്ണ് പോയി കയറി ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഓരോരുത്തരായി പുറത്തേക്ക് വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രോബ്ലം അവിടെ സോൾവ് ആയി. നിരന്തരമായി അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ശത്രുത വെച്ചുകൊണ്ടിരിക്കാനും മാത്രം പാകമൊന്നും അതെന്നോട് ചെയ്തില്ല. ചാനൽ ഒരാൾ പോയാൽ വേറൊരു ചാനൽ, അത്രയല്ലേ ഉള്ളൂ. നമുക്കൊരു ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ലേ? പ്രൂഫ് ചെയ്ത വ്യക്തിയല്ലേ ഞാൻ. എനിക്കിനിയിപ്പോൾ ഒരു 101 കേട ഒരു ചാനൽ പോയി അതുകൊണ്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ അവൾ ശത്രുവാണെന്ന് പറയരുതല്ലോ. അത് എനിക്കറിയില്ല കുഞ്ഞുങ്ങളെ. എൻ്റെ ഉള്ളിൽ ആ ഒരു അമ്മ മനസ്സ് അത് അനുവദിക്കുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ആ കുട്ടിയുടെ പ്രയാസം കണ്ടപ്പോൾ വിഷമം തോന്നുന്നു. ഞാൻ പൊരുത്തം കൊടുത്തു, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ സൈഡിൽ നിന്നുള്ള പൊരുത്തം ഞാൻ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. അവൾ മിടുക്കിയാണ്, ഇമോഷൻ. പക്ഷേ ഇപ്പോഴുള്ളത് ആക്ടിങ് അല്ല, ലിറ്ററലി അവൾ പോയി.
അതാണ് സംഭവം. കാരണം അവൾക്ക് മനസ്സിലായി പുറത്തുള്ള പ്രശ്നം വലുതാണെന്ന്. ഇനി ആ ചെറുക്കൻ്റെ തലയിലേക്ക് അവൾ കുത്തിക്കയറ്റി വെച്ച് ചാടാന്ന് വെച്ചാൽ പോലും പോസിബിൾ അല്ല. കാരണം എവറി വൺ ഇത്രയും മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇനി ഇവൾ ഈ ഒരു മുഖച്ഛായ മാറ്റിയെടുക്കാൻ നല്ല കഷ്ടപ്പെടേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഇറക്കി വിടാതെ ആ കപ്പ് കൊടുത്തു വിട്ടെങ്കിൽ നാണം കെട്ടും പണം ഉണ്ടാക്കിയിടിൽ നാണക്കേടാ പണം മാറ്റിയിടും എന്ന് ഇതെങ്കിലും വെച്ച് അപ്പനും മോക്കും അത് കവറപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ജെട്ടിയുടെ ടൈം ലൈനിൽ പോയി തെറി വിളിച്ചു എന്ന് പറയുന്നുണ്ട്, അവൻ കാമപ്രാന്താണ് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാനും ജെട്ടിയും തമ്മിൽ ഒരു കാരണവശാലും യോജിച്ചു പോകുന്നില്ല. പക്ഷെ ഈ ഒരു സ്പെസിഫിക് സാധനത്തിൽ ഞാൻ ജെട്ടിക്ക് പോകണം. എന്താണെന്നറിയാമോ? ഇയാൾക്ക് എന്ത് അധികാരമുണ്ട് അയാളെ പോയി തെറി വിളിക്കാൻ? മകൾ കാണിച്ച സാധനമല്ലേ അവൻ പറഞ്ഞത്? അതിലിപ്പോൾ അത്ര നോന്ന എന്തിനാ അങ്ങനെ പോയി തെറി വിളിക്കുന്നേ? നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റിനെയാണ് ആസ് എ ഒരു യൂട്യൂബർ എന്ന രീതിയിൽ അവ ഇരുന്ന് പറഞ്ഞത്. അപ്പം അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നല്ല കമൻ്റ് അവിടെ എഴുതിയിട്ടൂടെ? അപ്പോൾ ഈ തക്കാളി മോൻ കിടന്ന് തെറി വിളിക്കുന്നത് കേട്ടല്ലേ ഈ പെങ്കൊച്ചും വിളിക്കുന്നേ? മകളുടെ ഫേസ് എന്തായി എന്ന് തന്തയ്ക്ക് മനസ്സിലായിട്ടില്ലേ? നാറി നശിച്ച് നേരണക്കല്ലായി. ഇനിയും അഹന്ത കൊണ്ട് വീണ്ടും കുഴപ്പത്തിലേക്കല്ലേ പോയി ചാടുന്നത്. ഒരു പക്ഷെ ഇനി ഒരു റിക്കവറി ഉണ്ടെങ്കിൽ പോലും അതിനെപ്പോലും നശിപ്പിക്കുന്ന രീതിയിലല്ലേ ഇപ്പം അപ്പൻ ബിഹേവ് ചെയ്യണത്. അതാണ് ഞാൻ പറഞ്ഞത്, പെങ്കൊച്ചിനെ സ്പോയിൽ ചെയ്യണത് ഈ തന്തയാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ മകൻ ജോലിക്ക് പോകുന്നുണ്ട്, അവർ എമൗണ്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അവൻ പറയണത് നമ്മൾ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൻ കാണിക്കുന്ന എല്ലാ തോന്നിയ ഞാൻ ഉൾക്കണമെന്നില്ല. അവൻ തെറ്റ് ചെയ്താൽ ഞാൻ പറയും, എൻ്റെ ഡ്യൂട്ടിയാണത്. പേരൻസ് എന്ന് പറഞ്ഞാൽ അതിനാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ നേരായ പാതയല്ല സഞ്ചരിക്കുന്ന പാത തെറ്റാണെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിക്കണം. അതിനാണ് നമ്മൾ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന സാധനങ്ങളുള്ളത്. അല്ലാതെ അവൻ ചെയ്ത തെറ്റുകളെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അവരെ പോയി തന്തയ്ക്ക് വിളിക്കുന്ന അല്ല കേമത്തരം. നമ്മളുടെ കുഞ്ഞുങ്ങൾ അത്തരം പ്രോബ്ലംസിൽ പോയി വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത്രേ. ഈ തന്ത ഇപ്പോൾ എന്താ ചെയ്തേ? മകൾ നിൽക്കുന്ന എയറിൽ നിന്ന് കുറച്ചുകൂടെ അന്താരാഷ്ട്ര ലെവലിലേക്ക് എയറിലേക്ക് വിട്ടിട്ടുണ്ട് തന്ത. ആരോടായി ഈവന്മാരോടൊക്കെ പോയി തെറി വിളിച്ചിട്ട് വല്ല കഥയും ഉണ്ടോ? എന്താ നടക്കുക? അത് അത്രയേ ഉള്ളൂ. അഹങ്കാരം കൂടി അതങ്ങോട്ട് മാറ്റി കൊടുക്കും. ഏതായാലും ഇന്നത്തത് കണ്ടപ്പോൾ കഷ്ടം തോന്നി, പാവം തോന്നി എന്നുള്ളത് വസ്തുത. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാറുവാഴ നാറി പഴങ്കഞ്ഞി സായി അവന് അടുത്ത ആഴ്ച ബിക്കോസ് ഇനി ഇറക്കി വിടുകേട്ടാ. സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അവൻ എന്ത് ചെയ്യണമെന്നൊരു കൗതുകം കൊണ്ട് മനുഷ്യ ഉറക്കൊഴിഞ്ഞ് നോക്കണ്ടല്ലോ. അവനെ കൊണ്ട് ഒരു പിണ്ണാക്കിനും കൊള്ളാത്ത ഒരു വാഴയാണ്. വാഴക്കുറ്റി ഇരുന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. വാഴക്കുറ്റി ഇരുന്നുകൊണ്ട് അഡ്വൈസ് ചെയ്ത് കൊടുക്കുകയാണ്, നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ആ സ്ട്രാറ്റജി കണ്ടോ? ദാറ്റ് ഈസ് കാൾഡ് സം സോർട്ട് ഓഫ് ക്രിമിനലിസം. അതേസമയം സിബിൻ ചെയ്തത് കണ്ടോ? സിബിൻ ടാലൻ്റ് ഉള്ള ഒരു പേഴ്സണാണ്. ടാലൻ്റ് ഉള്ള ഒരുത്തൻ ഒരു പറ്റം ആൾക്കാരെ ഗൈഡ് ലൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പവർ റൂം മറ്റവർക്ക് സ്വന്തമായത്. ടാലൻ്റാണ് അവൻ്റെ വാക്ചാതുര്യം. പറയാതെ ഹിൻഡ് കൊടുത്ത ഒരാളെ കൊണ്ട് യെസ് പറയിക്കുന്ന ഒരു ചുണയുണ്ടല്ലോ, അത് സിബിൻ ചെയ്തിട്ടുണ്ട്. ഹിൻഡാണ് കൊടുത്തത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനിക്കാം, ഇൻഡിവിഡുവലായിട്ട് തീരുമാനിക്കാം. സിമ്പിൾ. ആ ഒറ്റ സാധനത്തിൽ പൊങ്ങി എഴുന്നേറ്റിരുന്നു ജിൻഡോ. അതാണ് ടാലൻറ്റ്. അവൻ സൂപ്പറാണ്. അവൻ കയറണം, അവൻ സ്കോർ ചെയ്യണം. നിർബന്ധമായും കൃത്യമായ ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരെ ഇതിനകത്തേക്ക് കയറ്റിവിട്ട ബിഗ് ബോസിന് സല്യൂട്ട്. വെറുപ്പിൻ്റെ അവസാനം എനിക്കിപ്പോൾ ബിഗ് ബോസിനോട് റെസ്പെക്റ്റാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പം കയറിയ വൈൽഡ് കാർഡ് എൻട്രി എല്ലാം മാസാണ്. കറക്റ്റായ തീരുമാനത്തിൽ കുറച്ച് പേര് അതിനകത്ത് എടുത്തിട്ടുണ്ട്. നന്ദനെ ഉൾപ്പെടെ എടുത്തിരിക്കുന്ന രീതി ലെവൽ കൃത്യമായ അനലൈസാണ്, കറക്റ്റാണ്. ഇപ്പോൾ ബിഗ് ബോസിനുണ്ടായ സർവത്ര നാണക്കേടും മാറാനുള്ള കണ്ടസ്റ്റൻസ് ആണ് അതിനകത്തുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വെറുത്തിരുന്ന ഒരു കുട്ടി, എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, മറ്റേ ആ കൊച്ചിൻ്റെ പേരറിയത്തില്ല, ആങ്കർ. പക്ഷെ അവൾ പോലും പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ബാത്റൂമിനെ റിലേറ്റ് ചെയ്തിട്ട് അവർ കാണിച്ച ഒരു ടാസ്ക് ചാൻസേ ഇല്ല. എന്തുവാ പെർഫോമൻസ്! എല്ലാം സൂപ്പർ ആക്ടേഴ്സാണ്. അൻസിബയൊക്കെ പെർഫോമൻസിൻ്റെ മാസീവ് ലെവലാണ്. അൻസിബ എങ്ങനെയാണ് ക്യാരക്ടർ എന്നറിയാമോ? എനിക്ക് മനസ്സിലായ കാര്യമാണ്. താൻ ഭയങ്കര സംഭവമാണ്. ഐ എം എ പ്രിൻസസ്. എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം. ആൻഡ് ഐ ആം സംതിങ്. ആ ഒരു ലെവലിലാണ് അൻസിബ ഉള്ളത്. ആ പെൺകുട്ടിക്ക് അത് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അവളാണ് ബ്രെഡ് വിന്നർ എന്ന് അവൾ പറഞ്ഞല്ലോ. 13 വയസ്സ് തൊട്ട് കുടുംബത്തിലേക്ക് ചാപ്പാട് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ധാർഷ്ട്യമാണ് ആ പെൺകുട്ടിക്കുള്ളത്. അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അൻസിബ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് വേസ്റ്റാണ്. അതിപ്പോഴും എൻ്റെ വാദമാണ്. അൻസിബ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് ഫേവറിസമാണ്, ഇറക്കി വിടുക എന്നുള്ളതാണ്. കാരണം ഷീ ഈസ് അട്ടർ വേസ്റ്റ്. ഇരിക്കേ ഉള്ളൂ, നിൽക്കേ ഉള്ളൂ, അത് പറ്റില്ല, ഇത് പറ്റില്ല.
എല്ലാ നാലുക്കൊപ്പം നിൽക്കുക എന്നൊരു ടേമുണ്ടല്ലോ, അവിടെ ആരും പിച്ചക്കാർ വന്നിട്ടില്ലല്ലോ. എല്ലാവരെയും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുമുണ്ട്. സോ അതിനകത്ത് താൻ വലിയ കേമിയായിട്ട് കയറി കുത്തിയിരിക്കുന്ന അൻസിബ സത്യം പറഞ്ഞാൽ ആ ബിഗ് ബോസിന്റെ ദുരന്തങ്ങളിലൊന്നാണ്. ജാൻമണിയെ ക്യാരക്ടർ, അതും പറയാം. ജാൻമണിയുടെ രീതി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രാൻസ് വിഭാഗത്തിന് 2 സെക്ഷൻ ഉണ്ട്. ഒന്ന്, അവർ റിയലൈസ് ആയി. ജിൻഡോ ഇപ്പോൾ കറക്റ്റാണ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സിബിൻ പൊളിയാണ്, ആരെയും ഹേർട്ട് ചെയ്യാതെ ഗെയിം കളിക്കാൻ അറിയാം. ജാസ്മിൻ നല്ല കൊടുക്കും, കറക്റ്റാണ്. നോവാതെ കൊള്ളിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. നന്ദന പോയതിൽ നന്ദന ചാടി പൊട്ടി ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ല ഊക്ക് കൊടുക്കുന്നുണ്ട് സിബിൻ. അത് കൃത്യമായി അവളിൽ എത്തുന്നുമുണ്ട്. അത് നമുക്ക് താങ്ങാൻ പോലും പറ്റുന്നില്ല. അതാണ് ഇമോഷണൽ ഡാമേജ് എന്ന് പറയുന്നത്. ഇമോഷണൽ അറ്റാക്ക് ആൻഡ് ഡാമേജ് എന്ന് പറയുന്നത് ഇപ്പോൾ സിബിൻ ചെയ്യുന്നതിനാണ് പറയുന്നത്. ജാൻമണിയെ പോലുള്ള ആളുകൾക്ക് കെയർ കിട്ടണം, എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കണം. അങ്ങനെ അവോയ്ഡ് ചെയ്യപ്പെട്ട, ഒഴിവാക്കപ്പെട്ട ഒരു സൊസൈറ്റിയിൽ നിന്ന് വന്നതായതുകൊണ്ടാണ് അവൾ ഇന്നത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞത്. ആ കരച്ചിലൊന്നും കണ്ടിട്ട് അവളുടെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണറിനൊന്നും പോകണ്ട. ഷീ ഈസ് ഫേക്ക്. അവൾ ഷുഡ് ഗോ ഔട്ട്സൈഡ്. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രത്യേകത പറയുന്നതാണ്. എല്ലാവരും ഈക്വൽ ആവണമെന്നും ഞാൻ പറയത്തില്ല. നമ്മുടെ വ്യവസ്ഥതകൾ, നമ്മുടെ ഭരണകൂടം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് പറയുന്നത് എന്താണ്? ഇക്വാലിസമാണ്. എവരിവെയർ ആ ഇക്വാലിസം വേണം. നമ്മളുടെ കുഞ്ഞുങ്ങൾ, പണ്ടുള്ളവരത് പറഞ്ഞു വെക്കും, തന്നൊപ്പം വളർന്നാൽ മക്കളെ താനെന്ന് തന്നെ വിളിക്കണമെന്ന് പറയും. അല്ലാണ്ട് അവിടെ അടിമ ഉടമ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കരുതെന്ന് പറയും. അത് എല്ലായിടത്തും ബാധകമാണ്. അത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഒരിടമാണ് ഈ ബിഗ് ബോസ്. അവിടെ പോയിട്ട് ഐ ആം ജാൻമണി ദാസ് ബാഡാസുമ, അത് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ ടാലൻ്റ് ഉള്ളവർ പറഞ്ഞാൽ ബാഡാസുമ പെർഫെക്റ്റ് ആയിട്ട് ചേരുന്നത് സിബിനാണ്. കാരണം അവൻ അതാണ്, സൂപ്പറാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി മാറ്റി പറയേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതുവരെയുള്ള പെർഫോമൻസിൽ സിബിൻ സ്കോർ ചെയ്തിരിക്കുകയാണ്. സിബിൻ സൂപ്പർ. ആൻഡ് അർജുൻ്റെ ഒറിജിനൽ ഫേസ് റിവീൽ ആകുന്നുണ്ട്. അർജുന് തന്നെ മനസ്സിലാകുന്നില്ല ഒരു പവർ ടീമിൻ്റെ ആക്ഷൻസ്, ഇൻട്രാക്ഷൻസ് ഇതൊന്നുമില്ലാതിരുന്ന ഒരു പവർ ടീമിനെ, അതായത് പഴങ്കന്നിയായിരുന്ന പവർ ടീമിന് മറ്റുള്ളവർ ചേർന്ന് കാണിച്ചു കൊടുത്തു എന്താണ് പവർ എന്ന്. മറ്റുള്ളവർ ചേർന്ന് കാണിച്ചു കൊടുത്തതിനെയാണ് പവർ എന്ന് പറയുക. ക്യാപ്റ്റന്റെ അഹങ്കാരത്തിനെ തളയ്ക്കാൻ പവർ ടീമിന് സാധിക്കും. ക്യാപ്റ്റനായിട്ട് അവിടെ ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന വികടത്തരവും ഇതുപോലുള്ള ഒച്ചപ്പാടും ഒരു സമയത്ത് മാത്രമേ അപ്സര ഇടപെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലായ്പ്പോഴും തന്നെ അപ്സര അത് ലീവ് ചെയ്തിട്ട് സുഖിക്കുകയാണ് ചെയ്തത്. അത്തരം സുഖങ്ങൾ മറ്റുള്ളവർക്കും ബാധകമാണ്. അത് കാണുമ്പോൾ അവർക്കും ഒരു പ്രയാസം ഉണ്ടാവും. രാവിലത്തെ വഴക്ക്, ജിൻഡോയുമായുള്ള ഉടക്ക് വളരെ സൈലൻ്റായിട്ട് അത് തീർക്കാമായിരുന്നു. ആർക്കും ഇൻസൾട്ട് ഇല്ലാതെ വളരെ സുഖമായിട്ട് അത് കൈകാര്യം ചെയ്യായിരുന്നു. അത് കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പോഴും ശ്രീധുവിനെ വളയ്ക്കാനും അവിടെ കിടന്ന് കുണ്ടണിയും ഏഷണിയും പറയാനുമല്ലാതെ ഒരു കാരണവശാലും ഒരു കാര്യവും ചെയ്യാതിരുന്ന അപ്സരയ്ക്കോ അർജുനോ ഇനി ഈ ഗബ്രിക്കോ ഒന്നും തന്നെ ഒരു റൈറ്റ്സുമില്ല ഈ പവർ റൂമിനെ ഡിമാൻഡ് ചെയ്യാൻ. വളരെ നാറിയ രീതിയിൽ അവർക്ക് പവർ റൂം വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ കളി കൊണ്ടുണ്ടായിട്ടുള്ളത്. ഇന്നത്തെ കളിയിൽ അതാണ് തെളിവായിട്ടുള്ളത്. അവർക്ക് വളരെ നാറിയ രീതിയിൽ, അതായത് വളരെയധികം അപമാനിതരായി പവർ റൂമിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ആൻഡ് പവർ റൂമിലേക്ക് കയറാൻ സഹായിച്ചത് ആയതുകൊണ്ട് ഇനി ടാർഗറ്റ് ചെയ്യപ്പെടുക ഈ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ ഇവർ തന്നെയായിരിക്കും. അതായത് അപ്സര നോമിനേഷനിൽ വരും, അർജുൻ നോമിനേഷനിൽ വരും, ഗബ്രി 100% വരും, ജാസ്മിനും വരും. കാരണം അടുത്തതിൽ ക്യാപ്റ്റൻസിയിൽ അവളാണ് വരാൻ പോകുന്നതെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. പകരം അടുത്ത ആൾ കയറും. അപ്പോൾ തനിച്ച് നിൽക്കപ്പെടുന്ന അവൾ തീർച്ചയായിട്ടും നോമിനേറ്റ് ചെയ്യപ്പെടും. നിങ്ങളുടെ ടൈമാണ്. എൻ്റെ റിക്വസ്റ്റാണ് അവളെ പുറത്താക്കരുത്, അവിടെ നിന്നോട്ടെ. ഗബ്രി പുറത്തു പോട്ടെ. ഗബ്രി പുറത്തു പോയാൽ ഒരുപക്ഷെ നല്ല ഒരു പ്ലെയറാണ് അവൾ, കണ്ടിന്യൂ ചെയ്തോട്ടെ. കപ്പ് അവൾക്കാണെന്നൊരു ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാനിപ്പോഴും അതിനകത്ത് വിശ്വസിച്ച് നിൽക്കുകയാണ്. അവൾക്ക് ഇതിനെ കിട്ടണമെന്നുള്ളതാണ് എൻ്റെയും ഒരു ആഗ്രഹം. പുറത്താക്കരുത് എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ്, പേഴ്സണൽ റിക്വസ്റ്റാണ്. അടിയും തടിയും ബഹളമൊക്കെ ഒരു സൈഡിൽ ഇരുന്നോട്ടെ, നമുക്ക് പറയില്ല. സീക്രട്ടാണ് എൻ്റെ പൊന്നോ, അത് വാഴയാണ്, പഴങ്കന്നി, കാറുവാഴ. കാറില്ലെങ്കിൽ അവൻ്റെ വായി തുറക്കത്തില്ല. അവൻ വേസ്റ്റായിട്ട് അവിടെ പോയി നിന്ന് ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നു എന്നതിനപ്പുറം അവനെ കൊണ്ടൊരു പിണ്ണാക്കും പറ്റത്തില്ല. അവൻ ആരോടെയും കോട്ടി പിടിക്കത്തില്ല, അവൻ ആരോടും സംസാരിക്കത്തില്ല, അവൻ ഒരു വിഷയത്തിലും ഇടപെടത്തില്ല. അവൻ ആകെ അറിയാവുന്ന കുത്തിത്തിരിപ്പാണ്. അത് ഇന്നത്തെ ഇതിനകത്ത് ചെയ്തു. ആ കുത്തിത്തിരിപ്പ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ജിൻഡോയാണ്. അവൻ കുത്തിത്തിരിപ്പാണ് പറയണതെന്നും അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നും മനസ്സിലാക്കിയ ജിൻഡോ ആക്ട് ചെയ്തു സ്മാർട്ടായിട്ട്. ആൻഡ് ഇന്നത്തെ ജിൻഡോയെയും പിന്നെ വാഴയുടെയും സംസാരത്തിൽ നിന്ന്
ഒരു കാര്യം നമുക്ക് മനസ്സിലായത്, ഓൺ ദ സ്പോട്ടിൽ നോറ ഇടപെട്ടിട്ട് എന്താ പറഞ്ഞേ, ജാസ്മിൻ്റെ കുറ്റമല്ല അവിടെ പറയേണ്ടത് എന്നുള്ള ടേമിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, അതിനകത്തുണ്ട് സാധനം. ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ? അവസരം ഇനി കിട്ടിയാൽ അടുത്ത സീസണിൽ പോകുമോ? ഇല്ല മോളെ, എനിക്ക് താല്പര്യമില്ല. ഞാൻ കൈകാല് സുഖമില്ല. നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ്. ഞാനിത് തമാശയായിട്ടൊക്കെ പറയുന്നുണ്ട്. ആക്ഷൻസ് ഒക്കെ ഉണ്ടാകും, ബട്ട് ഫിസിക്കലി ഐ എം നോട്ട് ഫിറ്റ്. നടക്കാൻ സുഖമില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ, കാല് വയ്യാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഫിസിക്കലി നോട്ട് ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പിന്നെയും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. നമുക്കിതൊക്കെ പറഞ്ഞിവിടെ ഇരുന്നാൽ പോരെ, എന്തിനാ അപ്പം അതിനകത്ത് പോകണേ? ആര് വിന്നർ ആവുമെന്ന് തോന്നുന്നു? സിബിൻ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അപ്സര സിബിനാണ് കൂടുതൽ എനിക്ക് ഡൗട്ടായിട്ട് തോന്നുന്നത്. അഭിഷേക് കൂടുതൽ സംസാരിച്ചാൽ ഒരുപക്ഷെ അഭിഷേകിന് ചാൻസ് ഉണ്ട്. പക്ഷെ അഭിഷേക് കോൺട്രൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഔട്ട്സൈഡ് വലിയ ഒരു റാക്കറ്റ് തന്നെ അവനെതിരെ സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കുറേ പേരുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ട്രാൻസ് വിഭാഗം അവനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, അവൻ ഇതുവരെ ട്രാൻസ് വിഭാഗത്തിനെതിരെ മോശമായി പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് കുടുംബങ്ങളിൽ മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതെ നിങ്ങൾ മാന്യമായി ജീവിച്ചു പോകുക, പ്രശ്നമില്ല എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ അവൻ ജയിക്കുകയും നിങ്ങൾ തോൽക്കുകയുമാണ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ അവൻ നിൽക്കുന്ന പോയിന്റ് കൃത്യമാണ്. അവൻ സൂപ്പറാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കപ്പ് ജാസ്മിന് കിട്ടണമെന്നാണ് എൻ്റെയും ആഗ്രഹം, സത്യം. കാരണം ഇത്രയും അനുഭവിച്ചില്ലേ, ഇത്രയും നഷ്ടങ്ങൾ വന്നില്ലേ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവൾ പോയി ചേരട്ടെ. കാരണം ഇനി ബുദ്ധിമുട്ടാണ് മുന്നേറി വരിക എന്നുള്ളത്. കാരണം പേര്, അതിനുണ്ടായ ഡാമേജ്, അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് എനിക്ക് പ്രയാസമുണ്ട്, എൻ്റെ പ്രയാസമാണ് ഞാൻ പറഞ്ഞത്. ഗബ്രി അവൾ തേച്ചതാണ് 100%. ഗബ്രി മാത്രമല്ല പ്രണയത്തിലായിരുന്നത്, ജാസ്മിൻ അതിന് ഹെൽപ്ഫുള്ളായിട്ട് ഇരുന്നു കൊടുത്തു. ഗബ്രി തനിച്ചല്ല, ജാസ്മിനാണ് അവനെ അവൻ്റെ ഇപ്പോഴത്തെ ആ ഇമോഷണൽ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ കുറ്റക്കാരി ഈക്വലാണ്. ഇപ്പോൾ ഗബ്രിയെ മാത്രം കുറ്റപ്പെടുത്തി താൻ സേഫാകാൻ നോക്കുന്ന ജാസ്മിൻ്റെ ഈ പ്ലേയും റോങ് ആണ്, അക്സെപ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ആ കുടുംബം ഒരു യാഥാസ്ഥിതിക കുടുംബമാണ്. ഇയാളെ ഈ മതം വേറെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ചൂസ് ചെയ്യത്തില്ല. ആ ബോധം അവൾക്ക് ആദ്യമേ വേണമായിരുന്നു. ഇത് മറ്റൊരു തലത്തിലേക്ക് പോയാൽ എന്നൊരു ചിന്താഗതി അവൾക്ക് ആദ്യം വേണമായിരുന്നു. ഒന്ന് വിട്ട് ഒന്നിലേക്ക് എന്ന് പറഞ്ഞിട്ട് ചാടി കളിക്കുന്നത് ഇവർക്കുള്ള ഏറ്റവും നല്ല ബനാന ടോക്കാണ്. 2 വള്ളത്തിൽ കാല് ചവിട്ടി നിന്നാ 2 വെള്ളവും രണ്ടിടത്തേക്ക് പോകുമ്പോൾ അകന്നകന്ന് കീറിപ്പോവും, ചിലപ്പം താഴേക്ക് വെള്ളത്തിലും വീഴാം. ആ അവസ്ഥയാണ് ജാസ്മിനുള്ളത്. അഫ്സൽ നല്ലൊരു പയ്യനായിരുന്നു, നല്ല കുടുംബമായിരുന്നു, നല്ല പയ്യനായിരുന്നു, സ്റ്റാൻഡേർഡ് ജോബായിരുന്നു, പെർഫെക്റ്റ് പെയറായിരുന്നു, പുരോഗമനവാദിയായിരുന്നു. എന്തും അവൻ അതുപോലെ ഉൾക്കൊള്ളുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ നഷ്ടപ്പെടുത്താതെ നോക്കേണ്ട ആവശ്യകത അവൾക്ക് ഉണ്ടായിരുന്നു. ഇനി കല്ലുകടിയായിരിക്കും മുൻപോട്ട് പോയാലും, അവളുടെ കുടുംബമായാലും അവൻ്റെ കുടുംബമായാലും അതൊന്നിച്ചാലും മുൻപോട്ട് കല്ലുകടി തന്നെയായിരിക്കും. അതിനകത്ത് 100% ഷുവറാണ്. ആൻഡ് ആ കുട്ടിക്കോ അവരുടെ വീട്ടുകാർക്കോ പ്രത്യേകിച്ച് മാനക്കേടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് വിവിയുടെ ആണെന്ന് തോന്നുന്നു, വിവിയുടെ ചാനലിൽ വന്ന ഒരു ഇത് കണ്ടിരുന്നു, ജമാഅത്ത് ഇടം. നിങ്ങൾ ദയവ് ഇത് ജമാഅത്തിനെ ഇതിനകത്ത് കയറ്റല്ലേ. ജമാഅത്തിലുള്ളത് പേരൻസാണ്. പേരൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരുകൾ കൊടുത്താലേ ജമാഅത്ത് എടുക്കുള്ളൂ. നമ്മുടെ താല്പര്യമാണ് അത്. ജമാഅത്ത് അതിനകത്ത് ഇടപെടത്തില്ല. ആ വാപ്പ ഒരു തെറ്റും ചെയ്യാത്തടുത്ത് അങ്ങനെ പറയാനൊക്കത്തില്ല. അപ്പോൾ ജമാഅത്ത് അതിനകത്തില്ല, വെറുതെയാണ് ജമാഅത്തിന് അതിനകത്ത് വലിച്ചിരുന്നത്. പക്ഷേ ഷോർട്ട്, ജാസ്മിൻ വേസ്റ്റ് മത്സരാർത്ഥിയല്ല, ഗുഡ് പ്ലെയർ, കറക്റ്റാണ്, അവൾ ഗുഡ് പ്ലെയർ ആണ്. പക്ഷെ ടൈം കിട്ടുപോയി. വാട്ട് അബൌട്ട് നന്ദന ഈസ് ഓക്കെ. നന്ദന കുറച്ച് ഓവറായിരുന്നു, ഇപ്പോൾ ഒന്ന് കാം ഡൗൺ ആയിട്ട് വരുന്നുണ്ട്. മേ ബി ചാൻസസ് ആർ ദെയർ, ബട്ട് നോട്ട് ഷുവർ. പെർഫെക്ഷൻ ഇല്ല, അത് നമ്മൾ ആദ്യത്തെ ആ ചാട്ടത്തിൽ തന്നെ മനസ്സിലായില്ല. പെർഫെക്ഷൻ ഇല്ല. കാരണം നമ്മൾ ഈ ബുദ്ധി സെയൽ ബുദ്ധി എന്ന് പറയും, അത് തമിഴിലൊരു വേർഡാണ്. ചൊല്ലി കൊടുക്കണം, അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും സെയൽ ബുദ്ധി, അതായത് നമ്മൾക്ക് മനസ്സിലായി ചെയ്യുന്നതും, അത് 2 വ്യത്യാസമുണ്ട്. ജാസ്മിൻ മനസ്സിലായി ചെയ്യുന്നവളും നന്ദന സൊൽബുദ്ധിയുടെ ആളുമാണ്. ഒരാൾ ബൂസ്റ്റപ്പ് ചെയ്ത് അതുകൊണ്ട് വരുന്നവരാണ്. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് അതിനകത്ത് ഒരാൾ ബൂസ്റ്റപ്പ് ചെയ്ത് ഉന്തിത്തള്ളി വിട്ട് അത് വന്ന് പറയുന്നവൻ 100% ഫ്ലോപ്പാണ്. അവർക്ക് പിന്നെ അവിടെ നിൽക്കാനുള്ള അധികാരമില്ല. ഇൻഡിവിജ്വൽ പ്ലേ ആണത്. ആ പ്ലേയിൽ തനിച്ച് തന്നെ കളിക്കണം. അല്ലാണ്ട് തേർഡ് പേഴ്സൻ്റെ അഡ്വൈസ് കേട്ട് പറയുന്നവൻ സൊൽബുദ്ധിക്കാരനാണ്. സൊൽബുദ്ധി ഒരിടത്തും ജയിച്ച ചരിത്രമേ ഇല്ല, മനസ്സിലായോ? ജാസ്മിൻ ഗബ്രി വേസ്റ്റ് പ്ലെയർ. ഗബ്രി പ്രശ്നമാണ്, ഗബ്രി വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ജാസ്മിനേക്കാളും നല്ല പ്ലെയർ ഉണ്ട് അവിടെ, അതുണ്ട്, ഇപ്പോൾ ഉണ്ട്. സിബിൻ സൂപ്പറാണ്. ഹലോ എനിയോൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ മകന് ജാസ്മിനെ നോക്കിയല്ലോ, വേണ്ട.
എൻ്റെ മോനെ വെറുതെ വിടൂ. എൻ്റെ കുഞ്ഞ് കല്യാണപ്രായം ആയിട്ടില്ല, 26 വയസ്സേ ആയിട്ടുള്ളൂ. അവനൊരു 32 വയസ്സാവാതെ ഞാൻ അവനെ കെട്ടിക്കുന്നില്ല. ഞാൻ അവൻ കെട്ടിയാൽ തന്നെ ഞാൻ കെട്ടിച്ചല്ല, അവൻ അങ്ങനെ ഒരു വിവാഹത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിനെ വെറുതെ വിടൂ. ഞാനത് അന്നേ പറഞ്ഞു. ഈ ഒരു ടേം ഞാൻ കേട്ടത് കൊണ്ട് അവളിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് വാസ്തവം. അത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ കൊച്ചിന് പെണ്ണ് കിട്ടാതെ നടക്കുന്ന ഒരു തള്ളയാണെന്നും എൻ്റെ കുഞ്ഞിന് പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പിടിച്ച് അവളെ പോയി ചോദിച്ചു എന്നും വരുത്തി തീർത്തതിലുള്ള പ്രയാസമാണ് ഞാൻ ഇതുവരെ അവളെ ആക്രമിച്ചതിൻ്റെ പിന്നിലുള്ളത്. ഇനി എനിക്കതിന് താല്പര്യമില്ല. എൻ്റെ കുട്ടിയുടെ കേസ് തെളിഞ്ഞതാണ്. ആരാണ് ആണുങ്ങളുടെ പിറകെ ഓടുന്നതെന്ന് തെളിവാണ്. എൻ്റെ കുട്ടിയുടെ പേർക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഇതുവരെ ഇല്ല, ഇങ്ങോട്ട് ഉണ്ടാവാനും പോകുന്നില്ല. ഞാനാണ് വളർത്തിയെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ പേര് ഷെഫീന എന്നാണ്, മനസ്സിലായോ? അതായത് അവൻ്റെ പേരൻ്റെ പേര് ഷെഫീന എന്നാണ്, അല്ലാതെ KD ജാഫർ എന്നല്ല. ഗബ്രി ജാസ്മിന് ഉപ്പാണെന്ന് എന്ന സിബിൻ ഒന്നും മനസ്സിലാകാതെ ഗബ്രുമോൻ അതേ എന്ന്. സിബിൻ പൊളിയാണ്, ഇന്നത്തെ എല്ലാം സൂപ്പറായിരുന്നു. അതുമല്ല ബാത്റൂമിൻ്റെ ഇഷ്യൂസൊക്കെ എടുത്തിട്ടില്ലേ, അത് ഫുള്ള് ജാസ്മിനെ കുത്തിയിട്ടായിരുന്നു. ഫുള്ള് ജാസ്മിനെ കുത്തിയിട്ട് തന്നെ ആയിരുന്നു, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിജോ വള്ളൽ വീണ്ടും കളി മാറും. സിജോ വന്നാൽ കളി ശരിയാണ്. സിജോ വന്നാൽ സിജോ നല്ല കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ, സിജോ സൂപ്പറാണ്. ജാസ്മിൻ പുറത്ത് വന്നാൽ ചേച്ചി കോണ്ടാക്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അഫ്സൽ ഇനി എന്ത് തീരുമാനിക്കുന്നു എന്ന് തോന്നുന്നു? അഫ്സൽ സോഫ്റ്റ് ആകും, അഫ്സൽ കോംപ്രമൈസ് ആകും, ദേ വിൽ ഗെറ്റ് മാരീഡ്. അതിനകത്തൊന്നും തർക്കമില്ല, അതൊക്കെ എനിക്ക് ഉറപ്പാണ്. ബട്ട് അത് ലാസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഈ പ്രോബ്ലം തന്നെ അവർക്കിടയിൽ വീണ്ടും റിപ്പീറ്റഡ്ലി വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പം അവൻ എല്ലാവരെയും അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ലേറ്റർ കുറച്ച് കഴിയുമ്പം ഇത് ഒരു 1 ഡേ ട്രിപ്പ് അല്ലല്ലോ, ലൈഫ് ലോങ് ട്രിപ്പാണ് അവർ യാത്ര ചെയ്യാൻ പോകുന്നത്. അവിടെ ചെറിയ അലസോരങ്ങൾ പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാതലാകും. അപ്പോൾ അത് ഇപ്പോൾ ഉള്ള പ്രശ്നത്തിൽ ഇനി അവളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അവളെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. 9 വയസ്സ് തൊട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവം തോന്നി. അത്രയൊക്കെ ഉള്ളവൾ കുറച്ചങ്ങ് അടങ്ങണ്ടേടെ. അഹങ്കാരം അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് സംഭവിക്കുന്ന അധപ്പതനത്തിൻ്റെ നേർസാക്ഷ്യമാണ് മുല്ലപ്പൂ. ദാറ്റ്സ് ഇറ്റ്. അഭിഷേക് ജയദേവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല, അയാൾ പോക്കായിപ്പോയി. ബിഗ് ബോസിൽ വേസ്റ്റ് മത്സരാർത്ഥി ആരാണ്? യുവർ ഒപ്പീനിയൻ? ജാൻമണി അൻസിബ വേസ്റ്റ്, കട്ട വേസ്റ്റ്. അഭിഷേക് ജയദേവ് ഇപ്പോൾ എല്ലാത്തിലും മികച്ച പ്ലെയർ സിബിനാണ്. കറക്റ്റാണ്, സിബിൻ സൂപ്പറാണ്. ജാസ്മിൻ പുറത്ത് വന്നാൽ ഇത്താക്ക് വേണ്ടി വീഡിയോ ചെയ്യും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തോ സ്ത്രീ എന്നും പറഞ്ഞിട്ട്. അവളിനി അങ്ങനെയൊന്നും അല്ല അവൾ ചോദിക്കുക. ഞാൻ വിച്ചേ നിങ്ങളെ മോനെ കെട്ടിച്ചു കൊടുക്കാത്തതിൻ്റെ, നിങ്ങളെ മോനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിനല്ലേ വിച്ചേ, സ്ത്രീയേ വിച്ചേ എനിക്കൊരു കൊച്ചു ചെറുക്കനുണ്ട്, അവന് സ്കൂളിൽ പോണ്ടേ വിച്ചേ നിങ്ങൾ കൊള്ളാമോ, എനിക്ക് 23 വയസ്സല്ലേ ഉള്ളൂ, എൻ്റെ ജീവിതം നശിപ്പിച്ച വിച്ചേ ഇതായിരിക്കും അവള് പറയാൻ പോണത്. ഖോർ. ജാസ്മിൻ സുന്ദരിയല്ലേ, അവൾക്ക് നല്ല ചെക്കനെ കിട്ടും. സൗന്ദര്യമാണ് വിവാഹത്തിൻ്റെ മാനദണ്ഡം. ഏത് എരുമയാ അത് പറഞ്ഞേ? ഏരിയ ഓഫ് PSC ഒക്കെ എഴുതുന്നുണ്ടോ? നല്ല കാര്യവാ. വിതച്ചതാണ് കൊയ്യുന്നത്, ബട്ട് ഇന്ന് പാവം തോന്നി. കറക്റ്റ്, അത്രയേ ഉള്ളൂ. വിതച്ചതാണ് കൊയ്യുന്നതെന്ന് എനിക്ക് പാവം തോന്നി. സത്യം. നല്ലൊരു ദിവസം, പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസമൊക്കെ ഭയങ്കര സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ് അല്ലേ? ഒത്തിരി സന്തോഷം തോന്നേണ്ട, കുടുംബക്കാരൊക്കെ ഒന്നിച്ച് നിന്ന് ഭയങ്കര സന്തോഷം തോന്നേണ്ട ദിവസം. അതായത് ആപ്റ്റായിരുന്നു അവരുടെ ഡാൻസ്, അവരുടെ പാട്ട്, എവറിത്തിങ് ഗുഡായിട്ട് പോലും ആ പെർഫോമൻസിൽ അവൾ കൊണ്ട് കളഞ്ഞില്ലേ? അവളെ കൊണ്ട് പറ്റുന്നില്ല. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പവർ റൂം കിട്ടിയിട്ട് കാര്യമില്ല. തിന്നാനുള്ള സാധനം, അതായത് അലുവയോ ബിരിയാണിയോ ഒക്കെ കിട്ടിയിട്ട് കാര്യമില്ല, തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങണം അത്രേ. സമാധാനം. സീക്രട്ട് ഏജന്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അയ്യേ, പഴങ്കഞ്ഞി, വാഴ എന്ന് പറഞ്ഞാൽ പക്ക വാഴ, വേസ്റ്റ്. വെഡിങ് ഡേ ഈസ് ഹാപ്പി ഡേ. സീക്രട്ട് ഏജന്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറഞ്ഞല്ലോ, അവൾക്ക് എന്ത് പെരുന്നാൾ കൃഷ്ണ, അങ്ങനെയൊന്നും പറയരുത്. സീക്രട്ട് ഡേ ഇത് എന്തുകൂടെ മതി, ഞാൻ വായിച്ച് കേട്ടാ. ജാസ്മിൻ ഓർ ശ്രീതു ആണോ? ശ്രീതുവിനെയാണ് എനിക്കിഷ്ടം. എനിക്ക് ശ്രീതുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവളുടെ തമിഴാണ് ഇഷ്ടം. എനിക്ക് അതാണ് തോന്നുന്നത്, ഞാൻ അവളോട് അഡിക്റ്റഡ് ആയിട്ടുള്ളത് അവളുടെ തമിഴാണ് എനിക്കിഷ്ടം. അവൻ വാഴ, സീക്രട്ട് ഏജന്റിന്റെ വാഴ അല്ല. ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾ കാണും. ഇപ്പം നമുക്ക് സങ്കടമുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് മാനിപ്പുലേഷൻകാരി. ആ ചെറുക്കൻ്റെ തലയിൽ ഇത് കൊണ്ട് വെക്കാൻ നോക്കുന്നുണ്ട്. അവനാണ് അവളെ പ്രേമിച്ചതെന്നും അവനാണ് അവളെ ട്രാപ്പിലാക്കിയതെന്നും എന്നുള്ള ഒരു ടോണ് അവളുടെ സംസാരത്തിലെല്ലാം ഉണ്ട്. അവൻ
വിടാതെ പിന്തുടരുന്നുണ്ട്. അത് വിടാൻ ഒക്കത്തില്ലെന്നേ, അതങ്ങനെ വിടാൻ ഒക്കത്തില്ല. അവൻ കുത്തി പറയുന്നു. അങ്ങനെയാണല്ല, നമ്മൾ പ്രണയിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. പിന്നെ പ്രേമം വേണ്ട എന്ന് വെക്കുമ്പോൾ പിന്നെ ലോകത്തേക്ക് വെച്ച ഏറ്റവും ഫ്രോഡ് അത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പും അങ്ങനെയില്ല, കാണുന്നില്ലേ, ഒരുപാട് ജീവിതങ്ങൾ കാണുന്നില്ലേ. നമ്മൾ സ്നേഹിച്ച് കൂടെ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്രാണനാഥനെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല, അത് കോക്കനായിട്ടാണെന്ന് പറയും. ഇങ്ങോട്ട് വരുമ്പോൾ പാട്ടി തീട്ടവൻ പറയും. അതങ്ങനെയാണ്, അതാണ് ആ റിലേഷൻഷിപ്പ്. ബിഗ് ബോസിൽ ഇപ്പോൾ ആരെയാണ് ഇഷ്ടം? എനിക്ക് എന്നെയാണ് ഇഷ്ടം. ഗബ്രിയും ജാസ്മിനും വെഡ് ചെയ്യും, സാധ്യതയുണ്ട്. വേറെ വഴിയില്ലെങ്കിൽ അവൻ്റെ തോളിൽ തന്നെ തൂങ്ങാനാണ് ചാൻസ്. പക്ഷേ എന്തോ അത് വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും പൊളിയായിരുന്നു. അത് ഇന്നത്തെ സൂപ്പർ എപ്പിസോഡായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. സൂപ്പർ എപ്പിസോഡായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഡേ ടൈമിൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ജാസ്മിനെ വീട്ടുകാർ വസ്ത്രം പോലും അയക്കുന്നില്ല. ഇതൊക്കെ പറയുന്നില്ല എന്താണെന്ന് ആർക്കറിയാം. ശരണ്യ വസ്ത്രം കുറിച്ച് അഭിപ്രായം എന്താ? ഒന്നും പറയാനില്ല, ഞാനൊന്നും പറയുന്നില്ല, എനിക്കിഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് അർജുൻ എക്സ്പോസ്ഡ് ആകുന്നുണ്ട്. കറക്റ്റാണ്. അർജുൻ്റെ ഉള്ളിലുള്ള വിഷം പുറത്തേക്ക് വരുന്നുണ്ട്. ജാസ്മിൻ കപ്പ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇതുവരെ അവളെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് അറിയില്ല, അവളോട് ഒരു തരി പോലും ഇഷ്ടം തോന്നില്ല. ഒരിക്കലും അവൾ ടോപ്പ് 5 എത്തരുതെന്നാണ്. ബിഗ് ബോസ് പുറത്തുള്ള കാര്യം പറയാൻ പാടില്ലെന്ന്, ബട്ട് സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് അവിടുത്തെ ടോപ്പിക്ക് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് അവന് പെട്ടെന്ന് പുറത്തു പോകാൻ അവൻ ആ ഇൻഫർമേഷൻ കൊടുക്കാൻ പോയതാണ്. പക്ഷെ അവളുടെ പേരൻസിന് ആദ്യം തന്നെ കാണിച്ചിരുന്നെങ്കിൽ അവൾക്ക് ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പം അത് കിട്ടിയല്ലോ, പിന്നെ ഇനിയിപ്പോൾ എന്തുവാ? ഗബ്രി എന്താ ഉദ്ദേശം? ഗെയിം? അവന് ഗെയിമല്ല, അവനിക്ക് ആ പെണ്ണാ വേണ്ടത്. അവൻ അഡിക്റ്റഡ് ആണ് ജാസ്മിന്. ജാസ്മിൻ ബിഗ് ബോസിൽ കാണിക്കുന്നതിനോട് എന്താ അഭിപ്രായം? ചെറ്റത്തരമാണ് പൊന്നുമാളെ, ചെറ്റത്തരമാണ് അസ്ലി. സീക്രട്ടിൻ്റെ ഡാൻസ് കാണാൻ കൊള്ളായിരുന്നു. ഒന്നും പറയാനില്ല. ആർക്കെങ്കിലും ഡെയിലി വോട്ട്സ് ഇടാറുണ്ടോ? ഉണ്ട്, ഡെയിലി വോട്ട്സ്. അങ്ങനെയുണ്ട്, ഡെയിലി ഉണ്ടോ വോട്ട്? ഞാൻ ഈ ആഴ്ച ഇട്ടത് നോറയ്ക്കാണ്. വിവിയുടെ വീഡിയോ കണ്ടിരുന്നു, കുറച്ച്, ഒരുപാട് കണ്ടില്ല. ഒരാൾ അത് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടിരുന്നു കേട്ടോ. റോസസ് ആർ റെഡ്, ലവ് ഈസ് ഫേക്ക്, വെഡ്ഡിങ് ആർ ബേസിക്കലി ഫ്യൂണറൽസ് വിത്ത്. കറക്റ്റ്. ഈ ആരാ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്? ഞാനിപ്പോൾ ബിഗ് ബോസ് കാണാറില്ല. അതെന്താക്കളെ എന്തെറ്റി? വെഡ്ഡിങ് റോസസ് വീണ്ടും അത് എഴുതിയിടുന്നത്. ആർക്കെങ്കിലും ഡെയിലി വോട്ട്സ് ഇല്ല. അപ്സര കുറച്ച് ഓവറല്ല, അവൾ ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ്. ജാസ്മിൻ്റെ ഉള്ളിലിരിപ്പ് അറിയാനിട്ടാ ചൂണ്ടയിൽ കൃത്യം കൊത്തുകയും ചെയ്തു. പാവം തോന്നുന്നടേ, അതുകൊണ്ടാണ്. ജാസ്മിനും ഗബ്രിയും ഫുൾ ഉമ്മ വെക്കലാണ്, എന്നിട്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുമാണ് പറയുന്നത്. അത് ജാസ്മിൻ്റെ സ്ട്രാറ്റജി അതായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ആക്കുക എന്നുള്ളതാണ്. ചെറുക്കം കയറി കൊത്തിയതിന് ഇപ്പം എന്തോന്ന് ചെയ്യാൻ പറ്റും? ചെറുക്കം കയറി സീരിയസ് ആയിപ്പോയി, ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യാൻ പറ്റും? ജിൻഡു സൂര്യ നമസ്കാരം, അത് കള്ളത്തരമായിരുന്നു, ജോലി ആയിരിക്കാനുള്ള കള്ളൻ. ഇപ്പോൾ അവൾ ഫുൾ കരച്ചിൽ ആണ്, അത് ഡ്രാമ ആയിരിക്കില്ലേ? ചാൻസ് ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ മുക്കി കരയണമെന്ന്. റിസ്വാൻ ഗെയിമിംഗ് മലയാളം, ശരി. മോൻ്റെ ഉമ്മയുടെ പേരാണ്, നല്ല പേരാ, സൂപ്പർ പേരാടാ. ജാസ്മിനെ ഗബ്രിയും ഫുൾ ഉമ്മ വെക്കലാണ്. ജാസ്മിനെയും ഇഷ്ടമല്ല. ഗബ്രി വിടുന്നതേ ഇല്ല, അതാണ് കറക്റ്റ്. ഗബ്രി ശരിക്കും കുത്തി ഇത് ചെയ്യുന്നു. ഗബ്രിയും കുത്തുന്നു, ബാക്കിയുള്ളവരും കുത്തുന്നു, ഒറ്റയ്ക്കായിപ്പോയി. എല്ലാം കൊണ്ട് അവൾ പെട്ട് നിൽക്കുക കേട്ടോ. ശ്രീതു ഗെയിമൊന്നും കളിക്കുന്നില്ലല്ലോ. അത് സത്യം തന്നെയാണ്. പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവളോടൊരു ക്യൂട്ട്നെസ് ഓവർലോഡ്, അതാണ് ഞാൻ പറഞ്ഞത്. അവൾ ഗെയിം കളിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. ജാസ്മിൻ്റെ വിവി ഏതോ ഒരു വീഡിയോയിൽ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടോ? അതിൻ്റെ തംബ്നെയിൽ ജാസ്മിൻ്റെ പുതിയ കാമുകനെന്നും ഞാൻ കണ്ടിരുന്നു. അത് നോറ നല്ല പ്ലെയറാണ്. നോറയ്ക്ക് ഇതുവരെ ജാസ്മിൻ കൊടുത്തിരുന്നത് ഒരു ടോർച്ചറാണ്, അതായത് മെൻ്റൽ ടോർച്ചറാണ് ജാസ്മിൻ അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ജാസ്മിൻ മെൻ്റലി ഡൗൺ ആയപ്പോൾ നോറ കയറി വരുന്നുണ്ട്. ഈ ടോർച്ചറിനിടയ്ക്ക് ഈ എരുമ ആ കൊച്ചിനെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവൾ പിന്നെ എന്തായാലും അവർ 3 മുസ്ലിംസ് ആണല്ലോ, അപ്പോൾ അവർ ആ സെലിബ്രേഷൻ അതിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും അവളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ജാസ്മിൻ. പക്ഷെ അവൾ സ്കോർ ചെയ്തതിൻ്റെ റീസൺ, അവൾ സന്തോഷിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ
കുടുംബം ഒന്നിച്ചിരുന്ന് അവൾക്ക് ഇത് പറഞ്ഞിരിക്കുന്നു. അതിപ്പറ എന്തോ വേണ്ടേ? കുടുംബം ഒന്നടങ്ങിയിരുന്നല്ലേ പറയുന്നത്. അവൾ ജയിച്ച്, അതാണ് സത്യം. ഇനി അവൾ ഇറങ്ങിപ്പോയാലും അവൾക്ക് വിഷമമില്ല, എനിക്കും വിഷമമില്ല. ഇനി നോറ ഔട്ടായാലും ഒന്നുമില്ല. ഇതുവരെ ഔട്ടാവരുതെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ തെളിയിച്ചിട്ടാണ് പോകുന്നത്. നമ്മളെ വേണ്ട എന്ന് പറഞ്ഞവരെ, നമ്മളെ ഒതുക്കിയവരെ അവൾ തെളിയിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതാണ്. ഇനി സൈലൻ്റായിട്ട് അവൾ അവളുടെ വഴിക്ക് ചിന്തിച്ചാൽ, അവൾ ഉദ്ദേശിച്ച രീതിയിൽ അവൾ പഠിക്കുകയാണെങ്കിൽ അത് ഒരു അസറ്റ് തന്നെയാണ് ആ കുട്ടി. സൂപ്പർ കേട്ടോ, എനിക്കതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജാസ്മിനോട് ഒരു പാവവും വെക്കേണ്ട എത്താ, ഞാൻ വെക്കുന്നില്ല വിട്ട്. എനിക്ക് വേറെ ജോലിയില്ലേ? എല്ലാവരും ഒന്ന് ചെവി പൊത്തിയേക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. കേട്ടാടാ മുറിയേണ്ടി? ഇത്രയേ ഉള്ളൂ. അതിനല്ലേ വന്നിരുന്നത്. കേട്ടില്ലേ? ശരി. ഇതിൽ നോക്കുവാണെങ്കിൽ ഗബ്രി പാവമാണ്. ഇവളെ വിശ്വസിച്ചു പോയി. ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇവൾ കമ്മിറ്റഡ് ആണെന്ന്. എനിക്കറിയില്ലെന്ന്. കറക്റ്റാണ്. ചെറുക്കനെ പറ്റിക്കുകയാണ് ചെയ്തത്. നോറ വരണം. ബിഗ് ബോസ് വിന്നർ ആവാൻ ചാൻസ് ഉള്ളത് ആരാണ്? സിബിൻ. സിജോ ഇനി വരാൻ ചാൻസ് ഉണ്ട്. സിജോ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിരുന്നു സിജോയെ വിട്ടേക്കാന്ന്. ഒരു ഇടിയല്ലേ അവന് കൊടുക്കേണ്ടത്, അത് കൊടുത്തില്ലേ, പിന്നെന്താണ്? ജാസ്മിൻ ടോപ്പ് 5 വരരുത്. ഷീബ KM. ഐ ലൈക്ക് ജാസ്മിൻ. ഐ ഡോണ്ട് ലൈക്ക് ജാസ്മിൻ. എനിക്ക് ജാസ്മിനെ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ജാസ്മിനെ ഇഷ്ടമില്ല. റിസ്വാൻ കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു. എന്നെ കൊടുക്കാതെ എന്തിരിയാനിട ഉണ്ണിയേട്ടാ? എന്തിനാണ്? കുറേ ആയല്ലേ വരുന്നുണ്ട്. നോറ ടോപ്പ് 5 വരണം. ജാസ്മിൻ പുറത്തു പോകണം. അത് നല്ലൊരു ആലോചനയാണ്. ചേച്ചി കൊല്ലമാണോ? അല്ല, ഞാൻ തിരുവനന്തപുരം. എല്ലാവരും പറഞ്ഞു തീർന്നല്ലേ? ഇനി ഞാൻ പോയിക്കോട്ടെ. അപ്പം ഇന്നത്തെ റിവ്യൂ അത്രയേ ഉള്ളൂ. ജാൻമണി പുറത്തു പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അവിടെ കിടന്ന് ഭയങ്കര ബഹളവും വെപ്പവും കുടിയും എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല. ഈ പുറത്ത് പോകാനുള്ളത് ലാസ്റ്റ് മിനിറ്റിൽ കിച്ചണിൽ കിടന്ന് കുറേ തമാശ കാണിക്കുന്നതാണ്. കുറച്ചുകൂടെയൊക്കെ സിൻസിയറായിട്ടൊക്കെ കാണിക്കും. ഒരു കുന്തവും കാണിച്ചിട്ട് കാര്യമില്ല. പുറത്തു പോകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനി എനിക്കറിയത്തില്ല മാറി മറിഞ്ഞ് വരുമെന്ന്. ജാൻമണി എന്നെയാണ് എവിക്ഷനിൽ വരാൻ ചാൻസ്. അഭിഷേക് ബെസ്റ്റ് പ്ലെയർ. ഇതുവരെ ആയിട്ടില്ല. അസ്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്നു. അസ്ല ഇട്ട വീഡിയോ കണ്ടിരുന്നു. അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. കാരണം കൂട്ടുകാരല്ലേ അത് പറയേണ്ടത്. പറയാനുള്ളതൊക്കെ പറയുക എന്നുള്ളതാണ്. അതോടെ അവസരം ഇനി കിട്ടിയെന്ന് വരത്തില്ല. ഏതായാലും എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്തിറങ്ങുന്നതാണ് അവർക്ക് സേഫ്റ്റി. പക്ഷെ അപ്പോഴും ഞാൻ പറയണ്, എന്തായാലും നശിച്ചതോ നശിച്ച്. ആ ഗപ്പും കൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഒരുപക്ഷെ ഗബ്രിയെ മാറ്റി കഴിഞ്ഞാൽ തീരും. പിന്നെ ബിഗ് ബോസ് പർപ്പസ്ലി അവൾക്ക് അലർട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? മൈക്കിൻ്റെ ചെറിയ പ്രോബ്ലം ആണെങ്കിലും ഗബ്രിയുടെ അടുത്ത് എത്തുമ്പോൾ മാത്രമാണ് അലർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ബിഗ് ബോസ് എന്നെ അലർട്ട് ചെയ്യണമെന്ന്. അതൊരു കോഡ് ഭാഷയാണ്. ബിഗ് ബോസും ജാസ്മിനും തമ്മിലുള്ള ഒരു കോഡ് ഭാഷയാണ്. അവൾ പിന്നെ ഗബ്രിയുടെ അടുത്തും ഗബ്രിയുടെ ഏകദേശം അടുത്തൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പം ഗബ്രി അത് മാറ്റി കൊണ്ടുപോകാനൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ വേസ്റ്റാണ്. സീരിയസ്ലി അത് ഓക്കെയാണ്. ഫുഡ് കഴിച്ചോ? ഇതല്ലേ കഴിക്കണം. പോട്ട്. അപ്പം ശരി, നാളെ കാണാം കേട്ടോ. സീ യു ടുമാറോ. ബൈ ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ആൾ. ഗുഡ് നൈറ്റ്.